സോ ഗൈസ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ HBO Maxിലൂടെ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ സെക്കൻഡ് സീസൺ ഇപ്പോൾ റിലീസ് ആവാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. സോ ആ ഒരു എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയേ ചെയ്യാം. ഇപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. സോ നമ്മുടെ ചാനൽ തന്നെ നമ്മൾ ഫസ്റ്റ് സീസൺ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സോ ആ ഒരു എപ്പിസോഡ് കാണുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, നിങ്ങൾക്ക് റീവാച്ച് ചെയ്യുന്ന പോലൊക്കെ തോന്നിയേക്കാം. സോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ആ പറയുന്ന ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ള ഡ്രാഗൺസും അവരുടെ റൈഡേഴ്സ് ആരാന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായേക്കാം. സോ ഏതാണ് ഡ്രാഗൺസ് എന്നും ആ ഡ്രാഗൺസിനെ ആരൊക്കെയാണ് ബിൽഡ് ചെയ്യുന്നതെന്നൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് ഒരു ബ്രോ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യണമെന്ന് പറഞ്ഞു. സോ ആ ഒരു ബ്രോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഒരുപാട് പറഞ്ഞ സമയം കളയുന്നില്ല. ദിസ് ഇസ് മീ ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഡ്രാഗൺസ് ആൻഡ് ദ റൈഡേഴ്സ്. സോ ഗൈസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആഡൊന്നുമല്ല, നമുക്ക് ആഡ് തരാനും മാത്രം നമ്മുടെ നാട്ടിലിടയിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് എല്ലാവരും ഒന്ന് പരിഗണിക്കണം. നമ്മുടെ ചാനൽ റോഡ് ടു 1K ആണ്. ഏകദേശം 900ഓളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് ആയിട്ടുണ്ട്. സോ ഒരുപാട് നല്ല കഷ്ടപ്പാടൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതൊക്കെയാണ് നമ്മുടെ ആകെയുള്ള ഒരു ആശ്വാസം എന്നൊക്കെ പറയുന്നത്. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഡ്രാഗൺസും അവരുടെ റൈഡേഴ്സ് ആരാന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഒരു പക്ഷേ ആദ്യം തന്നെ പറഞ്ഞിരിക്കേണ്ട ഒരു ഡ്രാഗൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രാഗൺ എന്ന് പറയുന്നത് നമ്മൾക്ക് ജിയോട്ടിൽ കണ്ടിട്ടുള്ള ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടിട്ടുള്ള ഡെനേരീസിലെ 3 ഡ്രാഗൺസ് ആണ്. സോ ആ ഒരു ഡ്രാഗണെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ഒന്നും അറിയാം. എന്നാൽ പോലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ ഡ്രാഗൺസിൽ നിന്നും പറഞ്ഞു തുടങ്ങാം എന്ന് കരുതിയോണ്ടാണ് അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. സോ ഡെനേരീസിന് 3 മുട്ടകളുണ്ടായിരുന്നു. ആ 3 മുട്ടകൾ വിരിയുന്നതും ഡ്രാഗൺസും ഒക്കെ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. സോ ആ 3 ഡ്രാഗൺസ് എന്ന് പറയുന്നത് 1 ഡ്രാഗോൺ, 2 റേഗാൽ, 3 വിസേരിയോൺ. ഈ പറയുന്ന ഡ്രാഗോൺ എന്ന് പറയുന്നത് ആ ഒരു ഡ്രാഗൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡെനേരിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള കാൾ ഡ്രാഗോയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് പുള്ളിക്കാരി കൊടുത്തതാണ്. സോ ഈവൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഡെനേരീസ് കൂടുതലായി ഈ ഒരു ഡ്രാഗണെ തന്നെ വീൽഡ് ചെയ്യുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നത്. രണ്ടാമത്തെ ഡ്രാഗണാണ് റേഗാൽ. റേഗാൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഡെനേരീസിന്റെ മൂത്ത ചേട്ടനും ജോൺ സ്നോയുടെ അച്ഛനുമായിട്ടുള്ള റേഗർ ടാർഗറിയന്റെ പേരിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഇട്ടേക്കുന്ന പേരാണ് റേഗാൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു ചെറിയ റെഫറൻസ് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന പോലെ ജോൺ സ്നോയും ആ ഒരു ഡ്രാഗൺ തമ്മിൽ ഒരു ചെറിയ കണക്ഷനും ഒക്കെ വന്നത്. മൂന്നാമത്തെ ഡ്രാഗണാണ് വിസേരിയോൺ. ഈ പറയുന്ന ഡെനേരീസ് ടാർഗറിയന്റെ രണ്ടാമത്തെ ചേട്ടനായിട്ടുള്ള വിസേരിസ് ടാർഗറിയന്റെ ഡ്രാഗണാണ് ഹൗസ് ഓഫ് ഡ്രാഗൺസിനകത്ത് കണ്ടല്ല, ഗെയിം ഓഫ് ത്രോൺസിനകത്ത് കണ്ട വിസേരിസ് ടാർഗറിയന്റെ ഒരു പേരിനെ റെഫറൻസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാഗണാണ് ഈ പറയുന്ന വിസേരിയോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഡ്രാഗൺ എന്താണ് സംഭവിച്ചത് കാര്യം നമ്മൾ ഈ പറയുന്ന ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടതാണ്. സോ നമുക്ക് ഇനി പറയുന്നത് ഹൗസ് ഓഫ് ഡ്രാഗൺസിനകത്ത് കാണാൻ ചാൻസ് ഉള്ള ഡ്രാഗൺസ് ഏതൊക്കെയാണെന്നും അവർ റൈഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ബെലോറിയോൺ. സോ ബെലോറിയോടെ ആക്ച്വലി നമ്മൾ ഈ പറയുന്ന സീരീസിൽ അധികം കാണുന്നില്ല, ആകെ കൂടെ ബെലോറിയോന്റെ സ്കള് മാത്രമേ നമ്മൾ ഈ സീരീസിൽ പലയിടങ്ങളെ കാണുന്നുള്ളൂ. എന്നാൽ പോലും ഈ പറയുന്ന ഡ്രാഗൺ ഒരു ലെജൻഡറി ഡ്രാഗണാണ് ഈ ബെലോറിയോൺ, ദ ബ്ലാക്ക് ഡ്രെഡ് എന്ന് പറയുന്നത്. സോ അതൊരു വിഷയ ഡ്രാഗണാണ് ആ ഒരു ഡ്രാഗൺ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡ്രാഗണെ ആദ്യമായി വീൽഡ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഏഗോൺ ഫസ്റ്റ് ടാർഗറിയൻ ആണ്. സോ ഏഗോൺ ഫസ്റ്റ് ടാർഗറിനെ കുറിച്ച് ഞാൻ എനിക്കൊന്ന് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് ആ വേൾഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയ്ക്കകത്തും ഞാൻ പറയുന്ന കാര്യമാണ് ഏഗോൺ ടാർഗറിയനെ പറ്റി. സോ നമ്മൾ ഏഗോൺ ടാർഗറിയന്റെ ബേസ് ചെയ്തിട്ട് ഒരു ഏഗോൺസ് കോൺക്വസ്റ്റ് എന്ന് പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോക്ക് കോപ്പറേറ്റ് അടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ സമയം കിട്ടുമ്പോൾ ആ വീഡിയോ ഒന്നുകൂടെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ ആരാണ് ഏഗോണൊന്നും ഏഗോൺ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടിയെന്നുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ സീരീസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടും യൂട്യൂബിലൂടെ പലരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. സോ ഏഗോൺ ആണ് ഈ പറയുന്ന പോലെ ചിതറിക്കിടന്ന 7 രാജ്യങ്ങൾ പിടിച്ചടക്കി വെസ്റ്റ്രോസ് എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യമാക്കി മാറ്റിയതും ഏഗോൺ ആ കോൺക്വസ്റ്റിലൂടെയാണ്. അതേപോലെ തന്നെ ഏഗോൺ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടുള്ള പടയാളികളുടെ വാളുകൊണ്ടും അതേപോലെ തന്നെ ഏഗോൺ ഡ്രാഗണായിട്ടുള്ള ബെലോറിയോൺ എന്ന ബീസ്റ്റിന്റെ ആ ഒരു ഫ്ലെയിമും കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന അയൺ ത്രോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അതൊരു മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന പോലെ ബെലോറിയോന്റെ ഒരു ഫ്ലെയിമിലാണ് ഈ പറയുന്ന അയൺ ത്രോൺ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഏഗോന്റെ കാലശേഷം ആ ഒരു ഡ്രാഗണെ വീൽഡ് ചെയ്തിട്ടുള്ളത് മേഗോർ ടാർഗറിയൻ ആണ്, അല്ലെങ്കിൽ മേഗോർ ദ ക്രൂവൽ എന്ന ക്യാരക്ടറാണ്. സോ മേഗോർ ദ ക്രൂവൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എത്രത്തോളം ക്രൂവാലിറ്റി പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ള കാര്യം വെസ്റ്റ്രോസിന്റെ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. വെസ്റ്റ്രോസ് കണ്ടത് വെച്ച് ഏറ്റവും ക്രൂവലായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ പറയുന്ന മേഗോർ ടാർഗറിയൻ എന്ന് പറയുന്നത്. സോ മേഗോറിനൊക്കെ കാലശേഷം പിന്നീട് കുറച്ച് പേരൊക്കെ ഈ ഡ്രാഗണെ വീൽഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് നമ്മുടെ വിസേരിസ് ടാർഗറിയൻ ആണ് ഈ ഒരു ഡ്രാഗണെ പിന്നെ വീൽഡ് ചെയ്തിട്ടുള്ളത്. സോ വിസേരിസ് ടാർഗറിനെ കുറിച്ച് നമ്മൾ എടുത്ത് പറയേണ്ടല്ലോ, നമ്മൾ ഏകദേശം ഒരു 7-8 എപ്പിസോഡിന്റെ അകത്തോളം നമ്മൾ തുടർച്ചയായി കാണുന്ന ഒരു ക്യാരക്ടറാണ് വിസേരിസ് ടാർഗറിയൻ എന്ന് പറയുന്നത്, കിങ് വിസേരിസ് ടാർഗറിയൻ. സോ അദ്ദേഹമാണ് ഈ പറയുന്ന പോലെ ബെലോറിയനെ അവസാനമായി വീൽഡ് ചെയ്തിട്ടുള്ളത്. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അദ്ദേഹം ഒറ്റവട്ടം കണ്ട് ഈ പറയുന്ന പോലെ ബെലോറിയനെ വീൽഡ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ബെലോറിയൻ മരിച്ചു പോവുകയായിരുന്നു. അതിനുശേഷം ഒന്നും ഈ പറയുന്ന പോലെ വിസേരിസ് ടാർഗറിയൻ വേറൊരു ഡ്രാഗണയും വീൽഡ് ചെയ്യാൻ പോയിട്ടുമില്ല. സോ ഇപ്പോൾ ബെലോറിയനെ കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് എടുത്ത് പറഞ്ഞത്, അതുകൊണ്ടാണ് ബെലോറിയനെ കുറിച്ച് പറഞ്ഞത്. സോ അടുത്ത ഡ്രാഗണാണ് വേഗാർ എന്ന് പറയുന്നത്. സോ വേഗാറിനെ വീൽഡ് ചെയ്യുന്നത് ആദ്യമായി വേഗാറിനെ വീൽഡ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന
പോലെ ഏഗോണിന്റെ സിസ്റ്ററിംഗ് വൈഫ് ആയിട്ടുള്ള വിസന്യ ടാർഗേറിയൻ ആണ്. സോ വിസന്യ എന്ന് പറയുന്നത് ഭയങ്കര റേഞ്ച് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഈ പറയുന്ന പോലെ വിസന്യയും വേഗാറും രണ്ടും എന്താ പറയാ വിഷയം ക്യാരക്ടേഴ്സ് ആണ്. വിസന്യയും വേഗാറും കൂടെ ഈ പറയുന്ന പോലെ ഏഗോണിന്റെ കോൺഗ്രസ് സമയത്ത് സ്റ്റോം സെന്റിലും അതേപോലെ വെയിലിലും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് ഫൈറ്റ് ചെയ്ത ക്യാരക്ടേഴ്സ് ആണ്. വെയിലിൽ പോയി ഇവർ രണ്ടും കൂടെ ഒറ്റയ്ക്ക് ആണ് വെയിലിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ വെയിൽ സാമ്രാജ്യം മൊത്തം പിടിച്ചടക്കി തിരിച്ചു വന്നത്. യുദ്ധമൊന്നും ചെയ്യേണ്ടി വന്നില്ല, എന്നാൽ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തപ്പോൾ വെയിൽ സാമ്രാജ്യം തന്നെ അവരുടെ കൂടെ വരികയാണ്. സോ ഈ പറയുന്ന പോലെ വിസന്യയുടെ കാലശേഷം ഈ ഒരു ഡ്രാഗണെ പിന്നീട് ആളുകൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം കോളിസ് വെലോറിന്റെ റേനി സ്റ്റാർഗറിന്റെ മകളായിട്ടുള്ള ലേഡി ലെന വെലോറിയനാണ്. സോ പുള്ളിക്കാരിയുടെ ഒരു കാലശേഷം പിന്നീട് ഈ ഡ്രാഗണെ യൂസ് ചെയ്യുന്നത് ഏമോൺ ടാർഗേറിയൻ ആണ്. ഈ ഏമോൺ ടാർഗേറിയൻ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള വിസേരിസ് ടാർഗേറിയന്റെ മകനാണ്, രണ്ടാമത്തെ മകനാണ്. സോ അത് ആരൊക്കെ ഇപ്പം പെട്ടെന്ന് ഈ 3 പേരുകൾ പറഞ്ഞപ്പോൾ പലർക്കും ഭയങ്കര ഡൗട്ട് ഉണ്ടായെന്നറിയാം. ആ ഒരു ബ്ലഡ് ലൈൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. സോ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയേക്കാം, വേഗാറിനെ ആദ്യമായി വീൽഡ് ചെയ്തത് വിസന്യ ടാർഗേറിയൻ ആണ്. വിസന്യ എന്ന് പറയുന്നത് ഏഗോണിന്റെ വൈഫാണ്. പറഞ്ഞു വരുമ്പോൾ ഏഗോൺ ഫസ്റ്റ് ടാർഗേറിയൻ അല്ലെങ്കിൽ ഏഗോൺ ദ കോൺഗറിന്റെ വൈഫാണ്. പിന്നീടുള്ള ഡ്രാഗൺ ആണ് മെറാക്സിസ് എന്ന് പറയുന്നത്. സോ മെറാക്സിസിന് ഔസർ ഡ്രാഗൺസിൽ ഒട്ടും റോൾ ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. ഒട്ടും റോൾ ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. ഏഗോണിന്റെ ഒരു കോൺഗസ്റ്റിനെ വെച്ച് തന്നെ ഈ പറയുന്ന മെറാക്സിസ് മരിക്കുകയാണ്. ഈ മെറാക്സിസിന്റെ റൈഡർ എന്ന് പറയുന്നത് ഏഗോണിന്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള റെയ്നിസ് ടാർഗേറിയന്റെ ആണ്. ഈ പറയുന്ന റെയ്നിസ് ടാർഗേറിയൻ ഈ പറയുന്ന പോലെ വിസന്യയോട് ഒരു ചെറിയ ജലസ് അടിക്കുകയും ഒറ്റയ്ക്ക് ഈ പറയുന്ന പോലെ ഡോൺ പിടിച്ചെടുക്കാൻ പോവുകയും എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ കെണി വെച്ച് വീഴ്ത്തുകയാണ്. അങ്ങനെ മെറാക്സിസിന്റെ മുകളിലുണ്ടായിരുന്ന റെയ്നിസ് ടാർഗേറിയനും താഴെ വീണ് മരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഡ്രാഗൺ അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ബാക്കിയുള്ള 2 ക്യാരക്ടേഴ്സിനും 2 ഡ്രാഗൺസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഒരു ഡ്രാഗണെ പറ്റിയും പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. സോ അടുത്ത ഡ്രാഗൺ ആണ് വെർമിത്തോർ. വെർമിത്തോർ എന്ന് പറയുന്നത് ജെഹേറിസ് ടാർഗേറിയൻ. പറഞ്ഞു വരുമ്പോൾ വിസേരിസ് ടാർഗേറിയന്റെ അപ്പൂപ്പനായിട്ടുള്ള ജെഹേറിസ് ടാർഗേറിയൻ അദ്ദേഹത്തിന്റെ ഡ്രാഗൺ ആയിരുന്നു ഈ പറയുന്ന വെർമിത്തോർ. ജെഹേറിസ് ടാർഗേറിയൻ എന്ന് പറയുന്നത് വെസ്റ്റ്രോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാലം സമാധാനമായി രാജ്യം ഭരിച്ചിട്ടുള്ള ഒരു കിങ് തന്നെയായിരുന്നു ജെഹേറിസ് ടാർഗേറിയൻ എന്ന് പറയുന്നത്. സോ ജെഹേറിസിനെ പോലെ തന്നെയായിരുന്നു വിസേരിസ്. പുള്ളിയും അത്യാവശ്യം സമാധാനമായി തന്നെയായിരുന്നു രാജ്യം ഭരിച്ചിട്ടുള്ളത്. പുള്ളിയുടെ മരണശേഷം സംഭവിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഹൗസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറയുന്ന സീരീസിലൂടെ കാണുന്നത്. സോ ഈ പറയുന്ന വെർമിത്തോറിനെ പറ്റി ജസ്റ്റ് ഈ പറയുന്ന സെക്കൻഡ് സീസണിലെ ഫസ്റ്റ് എപ്പിസോഡിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഈവൻ ക്രേഗൻ സ്റ്റാർക്ക് ജെസീരീസ് വെലോറിനോട് പറയുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു, ആ വാള് പണ്ട് കടക്കാൻ ഡ്രാഗൺസിന് പോലും പേടിയായിരുന്നുള്ള കാര്യം. അത് ഈ പറയുന്ന പോലെ വെർമിത്തോറും ജെഹേറിസ് ടാർഗേറിയനും പുള്ളിയുടെ ഭാര്യയുടെ ഡ്രാഗണോടും ഈ പറയുന്ന പോലെ വിന്റർഫെൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്ന പോലെ വാള് ക്രോസ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ ഈ 2 ഡ്രാഗൺസുകൾ പേടിച്ച് തിരിച്ചു വരികയായിരുന്നു. കാരണം വാളിനപ്പുറത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്ക് അറിയായിരിക്കുമല്ലോ. സോ അതേപോലെ തന്നെ വേഗാറ് കഴിഞ്ഞാൽ പിന്നീട് ജീവനുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രാഗൺ എന്ന് പറയുന്നത് ഈ വെർമിത്തോർ തന്നെയാണ്. സോ ഈ ഒരു ഡ്രാഗണെ നമ്മൾ ഈ പറയുന്ന പോലെ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ ഫസ്റ്റ് സീസണിലെ 10ാമത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡെയ്മോൺ കാണാനായിട്ട് പോകുന്ന ഒരു രീതിയിലായി നമ്മൾ ഈ ഒരു ഡ്രാഗണെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ എപ്പിസോഡിൽ നമുക്ക് ഈ ഒരു ഡ്രാഗണെ തീർച്ചയായും കാണാനായി സാധിക്കുന്നതാണ്. പിന്നീടാണ് കിങ് വിസേരിസ് ടാർഗേറിയന്റെ വെലോറിയൻ. അദ്ദേഹത്തിനെ പറ്റിയും ആ ഡ്രാഗണെ പറ്റിയും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെലോറിയൻ അവസാനമായിട്ട് വീണ്ടും ചെയ്തിട്ടുള്ള ടാർഗേറിയൻ എന്ന് പറയുന്നത് അദ്ദേഹമായിരുന്നു എന്നൊക്കെയുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വെലോർ മരിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വെലോറിയുടെ സ്റ്റള്ളാണ് നമ്മൾ ഈ പറയുന്ന ഹൗസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറയുന്ന സീരീസിൽ പലയിടങ്ങളായി കണ്ടിട്ടുള്ളതൊക്കെ. സോ അത്രയാണ് ആ ഒരു ക്യാരക്ടറിന് പറഞ്ഞുള്ളത്. അടുത്തതാണ് കെറാക്സിസ്. കെറാക്സിസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വിസേരിസ് ടാർഗേറിയന്റെ അനിയനായിട്ടുള്ള ഡേമോൺ ടാർഗേറിയന്റെ ഡ്രാഗൺ ആണ്. സോ ഈ ഒരു ഡ്രാഗന്റെ മൊത്തം പേര് കെറാക്സിസ് ദ ബ്ലഡ് വേം എന്നാണ്. സോ ഈ പറയുന്ന പോലെ അതിന്റെ സ്കെയിൽസ് ഈ പറയുന്ന കെറാക്സിസ് എന്ന് പറയുന്ന ഡ്രാഗന്റെ സ്കെയിൽസിൽ ഈ പറയുന്ന ബ്ലഡിന്റെ കളർ അത്രയ്ക്ക് ഒരു ചുമന്ന കളറാണ് ആ ഒരു ഡ്രാഗൺ ഉള്ളത്. ഈ ഒരു ഡ്രാഗന്റെ പെടലി ഭയങ്കരമായിട്ട് നിന്നിട്ടുള്ള ഒരു ഡ്രാഗണാണ്. എന്നാൽ പോലും ഭയങ്കര വിഷയമായിട്ടുള്ള ഒരു ഡ്രാഗണാണ് ഈ പറയുന്ന കെറാക്സിസ് എന്ന് പറയുന്നത്. ഈവൻ എന്താ പറയുക ഡേമോന്റെ സ്വഭാവം എന്താണെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഡേമോന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ള കാര്യം ഈ പറയുന്ന പോലെ ഹൗസ് ഓഫ് ഡ്രാഗൺസ് കണ്ടിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. സോ എന്താണോ ഡേമോൺ അതേപോലത്തെ ഒരു ക്യാരക്ടറും സ്വഭാവമുള്ള ഡ്രാഗൺ തന്നെയാണ് കെറാക്സിസ് എന്ന് പറയുന്നത്. ഈ ഒരു 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബോണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സീരീസിൽ പലയിടങ്ങളായി കണ്ടുപോകുന്നുണ്ട്. സോ അത്രയ്ക്ക് വിഷയം പിടിച്ച 2 ക്യാരക്ടേഴ്സാണ് ഈ പറയുന്നത് ഡേമോൺ ഡ്രാഗൺ ആയിട്ടുള്ള കെറാക്സിസും. അടുത്തതാണ് റെയ്നിസ് ടാർഗേറിയന്റെ ഡ്രാഗൺ ആയിട്ടുള്ള മേലിസ് ദ റെഡ് ക്യൂൻ. ഈ പറയുന്ന മേലിസ് എന്ന് പറയുന്ന ഡ്രാഗണും ഈ പറയുന്ന പോലെ ഒരു ചുമന്ന സ്കെയിൽസ് ആണ് അതിനുമുള്ളത്. അതേപോലെ തന്നെ റെയ്നിസ് ടാർഗേറിയനും ഈ പറയുന്ന പോലെ മേലിസ് രണ്ടും പലയിടത്തും ഈ പറയുന്ന പോലെ ഹൈപ്പ് കൊടുത്തു വരുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഈ പറയുന്ന ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ അകത്ത് പോലും ആദ്യം മുതൽ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഈ പറയുന്ന റെയ്നിസ് ടാർഗേറിനെ കുറിച്ച് ഒരുപാട് ഹൈപ്പ് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. സോ ആ ഒരു ഹൈപ്പിനൊട്ടും കുറവില്ല. പക്ഷെ അങ്ങനെ തന്നെയാണ് അതിന് കാരണമുണ്ട്. അത്രയ്ക്ക് വിഷയമാണ് ഈ 2 ക്യാരക്ടേഴ്സ്. ഈവൻ റെയ്നീസ് ആണെങ്കിലും അതുപോലെ റെയ്നീസിന്റെ ഡ്രാഗൺ ആയിട്ടുള്ള മേനീസ് ആണെങ്കിലും. സോ അതുപോലെ നമ്മൾ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ 9ാമത്തെ എപ്പിസോഡ് കണ്ടാണ് ഈ 2 ക്യാരക്ടേഴ്സും കൂടെ അവിടെ കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ. ഏകോട്ട പട്ടാഭിഷേക സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്.
സോ ഈ പറയുന്ന ക്യാരക്ടേഴ്സിന്റെ പ്രകടനങ്ങളെല്ലാം ഇനി അങ്ങോട്ടുണ്ട് ഈ ഒരു സീസണിൽ ഒരു ഗംഭീര ഫൈറ്റ് കാണാൻ പറ്റും നമുക്ക് ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ. ഈ പറയുന്ന പോലെ റെയിനി സ്റ്റാർഗേറിനെ ഈ പറയുന്ന പോലെ മെയിലീസിനെ വെച്ചോണ്ടൊരു ഗംഭീര ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ റേഞ്ച് ആയിരിക്കും, കാത്തിരിക്കുക, കാണുക. സോ അതേപോലെ ഈ പറയുന്ന റെയിനി സ്റ്റാർഗേറെ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വിസേജ് സ്റ്റാർഗേറെ കസിനാണ്. ഈ പറയുന്ന പോലെ എപ്പിസോഡ് കണ്ടവർക്കാണെങ്കിൽ അറിയാം, പുള്ളിക്കാരന്റെ കസിനാണ്. അതേപോലെ തന്നെ ഈ അയൺ ത്രോണിന് വിസേജ് സ്റ്റാർഗേറിന് എത്രമാത്രം ഈ പറയുന്ന ത്രോണിനോട് അധികാരമുണ്ടോ അത്രത്തോളം അധികാരമുള്ള ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു അവകാശമുള്ള ക്യാരക്ടറാണ് ഈ പറയുന്ന പോലെ റെയിനി സ്റ്റാർഗർ എന്ന് പറയുന്നത്. രണ്ടുപേർക്ക് തുല്യ അവകാശമാണ്. അവസാനം അതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പണ്ട് ജഗേർ സ്റ്റാർഗേറെ ഒരു ഗ്രേറ്റ് കൗൺസിൽ വിളിച്ചു കൂട്ടുന്നത്, വോട്ടിംഗ് ഒക്കെ നടത്തുന്നത്. ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത് തന്നെ. രണ്ട് വട്ടമാണ് ഈ പറയുന്ന റെയിനി സ്റ്റാർഗേറിന് ഈ പറയുന്ന കിരീടം നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിനെ ദ ക്യൂൻ ഹൂ നെവർ വാസ് എന്ന് വിളിക്കുന്നത്. സോ അടുത്തതാണ് സിറാക്സ്. സിറാക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വിസേരിസ് ടാർഗറിന്റെ ആദ്യ മകളായിട്ടുള്ള റെനേറിയ ടാർഗറിന്റെ ഡ്രാഗൺ ആണ്. സോ ഈ പറയുന്ന സിറാക്സിന് ഒരു മഞ്ഞ കളറിലുള്ള സ്കെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ആൻഡ് റെനേറിയയ്ക്കും സിറാക്സിനും ഓൾമോസ്റ്റ് സെയിം ഏജ് തന്നെയാണ് ഉള്ളത്. ഈ രണ്ട് ക്യാരക്ടേഴ്സിനും വാറിൽ അത്രയധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. എന്നാൽ റെനേറിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റെനേറിയയ്ക്ക് ഈ പറയുന്ന പോലെ രാജ്യഭരണത്തിലാണെങ്കിലും രാജ്യത്തെക്കുറിച്ചാണെങ്കിലും ഈ ഒരു ഡ്യൂട്ടിയെ കുറിച്ച് അത്യാവശ്യം നല്ല അവെയർ ആയിട്ടുള്ള ക്യാരക്ടറാണ്, നല്ല നോളജ് ഉള്ള ക്യാരക്ടറാണ് ഈ പറയുന്ന പോലെ റെനേറിയ ടാർഗറിൻ എന്ന് പറയുന്നത്. അതേപോലെ റൈറ്റ്ഫുൾ ഹെയർ ഓഫ് ദ ത്രോൺ ആണ് ഈ പറയുന്ന പോലെ റെനേറിയ ടാർഗറിൻ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന പോലെ റെനേറിയയുടെ സെയിം ഏജ് തന്നെയാണ് സിറാക്സിനുള്ളത്. ആൻഡ് ഇവർ രണ്ടുപേരും അധികം യുദ്ധങ്ങൾക്കൊന്നും പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ യുദ്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒരു യുദ്ധം വരുമ്പോൾ എങ്ങനെയൊക്കെ ആ ഒരു കാര്യത്തെ നേരിടണം എന്നുള്ള കാര്യം ഈ പറയുന്ന പോലെ സിറാക്സിന് അത്രയ്ക്ക് ധാരണയില്ല. കാരണം മറ്റ് ഡ്രാഗൺസിനെ വെച്ച് നോക്കുമ്പോൾ സിറാക്സിന് അത്യാവശ്യം ഏജ് കുറവാണ്. അതേപോലെ തന്നെ ഈ ഒരു ഡ്രാഗൺ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരു ഡ്രാഗൺ കൂടിയാണ്. അടുത്തതാണ് ലേനാർ വെലോറിന്റെ ഡ്രാഗൺ ആയിട്ടുള്ള സീ സ്മോക്ക്. ഈ ഒരു ഡ്രാഗണെയും ഈ ഒരു ക്യാരക്ടറിനെയും നമ്മൾ ഇതിനു മുമ്പ് പലയിടങ്ങളിലായി കണ്ടിട്ടുണ്ട്. ലേനാർ വെലോറൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കോളിസ് വെലോറിന്റെ റെയിനി സ്റ്റാർഗറിന്റെ മകനാണ്. ആൻഡ് പുള്ളി ഒരു ഗേ ആണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറയുന്ന വെബ് സീരീസിൽ കണ്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന ലേനാർ വെലോറിന്റെ ഭാര്യയാണ് റെയിനേറിയ ടാർഗറിയൻ എന്ന് പറയുന്നത്. സോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു ക്യാരക്ടറിന് എന്ത് സംഭവിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. സോ ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ രണ്ട് ക്യാരക്ടേഴ്സും വിഷയം തന്നെയാണ്. ഈ പറയുന്ന പോലെ വാററ്റ് സ്റ്റെപ്പ് സ്റ്റോൺസിൽ ലേനാർ വെലോറിയനും പുള്ളിയുടെ ഡ്രാഗണായിട്ടുള്ള സീ സ്മോക്കും വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. പറയുന്ന പോലെ വാററ്റ് സ്റ്റെപ്പ് സ്റ്റോൺസ് എന്ന് പറയുന്ന ഒരു ഈവന്റ് നടന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഡെയ്മോൺ ടാർഗറിയനൊക്കെ ഫൈറ്റ് ചെയ്ത കൂട്ടത്തിൽ പുള്ളിയുടെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ പറയുന്ന ലേനാർ വെലോറൻ എന്ന് പറയുന്നത്. എന്നാൽ ലേനാർ വെലോറൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ഫേക്ക് ഡെത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സീ സ്മോക്കിന് ഇപ്പോൾ റൈഡർ ഇല്ലാതെ ഇരിക്കുകയും കൂടെയാണ്. സോ അടുത്തതാണ് ഏഗോൺ സെക്കൻഡ് ടാർഗറിയന്റെ ഡ്രാഗൺ ആയിട്ടുള്ള സൺഫയർ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഏഗോൺ സെക്കൻഡ് ടാർഗറിയൻ എന്ന് പറയുന്നത് വിസേരിസ് ടാർഗറിയന്റെയും ആലിസന്റിനും ഉണ്ടാകുന്ന ആദ്യത്തെ ആൺകുട്ടിയാണ് ഈ പറയുന്ന ഏഗോൺ സെക്കൻഡ് ടാർഗറിയൻ എന്ന് പറയുന്നത്. സോ ഇനിയും ടാർഗറിയൻ കസ്റ്റം അനുസരിച്ച് ആദ്യം ജനിക്കുന്ന ആൺകുട്ടികൾക്കാണ് ഈ പറയുന്ന കിരീടാവകാശം. എന്നാൽ ഏഗോൺ ജനിക്കുന്നതിന് മുമ്പായി തന്നെ റെനേറിയെ നെക്സ്റ്റ് ഹെയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഏഗോണേക്കാളും ഇച്ചിരി കൂടെ അവകാശം കൂടുതൽ ഈ പറയുന്ന റെനേറിയയ്ക്ക് തന്നെയാണ്. സോ ഈ പറയുന്ന ഏഗോൺ ഡ്രാഗണാണ് സൺഫയർ എന്ന് പറയുന്നത്. ഈ സൺഫയറിന്റെ സ്കെയിൽസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗോൾഡൻ കളറാണ്. ഈ ഒരു ഡ്രാഗൺ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഈ വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഈ ഒരു ഡ്രാഗൺ നമുക്ക് കാണാനേ സാധിക്കും. അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രാഗൺ കൂടിയാണ് സൺഫയർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡ്രീം ഫയർ. ഡ്രീം ഫയർ എന്ന് പറയുന്നത് ഹെലേന ടാർഗറിയന്റെ ഡ്രാഗൺ ആണ്. ഹെലേന എന്ന് പറയുന്നതും വിസേരിസ് ടാർഗറിയനിൽ ജനിക്കുന്ന രണ്ടാമത്തെ പെൺകുട്ടിയാണ്. ആദ്യത്തേതാണ് റെനേറിയ, രണ്ടാമത്തെ പെൺകുട്ടിയാണ് ഈ പറയുന്ന പോലെ ഹെലേന ടാർഗറിയൻ. ഹെലേന എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഏഗോണിന്റെ ഭാര്യ കൂടിയാണ്. സോ ഈ ഒരു ഡ്രാഗണിന്റെ പേരാണ് ഡ്രീം ഫയർ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡ്രീം ഫയർ ഈ പറയുന്ന പോലെ തന്റെ ഭർത്താവും ചേട്ടനുമായിട്ടുള്ള ഏഗോൺ സെക്കൻഡ് ടാർഗറിയന്റെ ഡ്രാഗൺ ആയിട്ടുള്ള സൺഫയറിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് ഈ പറയുന്ന ഡ്രീം ഫയർ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. സോ ഇതിനകത്ത് പല ഫാൻ തിയറീസ് ഒക്കെ ഞാൻ പലയിടത്തുമായിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അത് കണ്ടപ്പോൾ എനിക്കും ഈ ഒരു ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന പോലെ ഹെലേന എന്ന് പറയുന്നത് ഒരുപാട് അധികം ഡ്രീംസ് കാണുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് വലേറിയനിൽ ഡൂം നടക്കുന്ന സമയത്ത് ഡെയ്നിസ് ടാർഗറിയനൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ പറയുന്ന ഡ്രീം. ഇതിനെ തുടർന്നാണ് അവരിങ്ങോട്ട് വന്നതും. ഏഗോൺ ഇതുപോലെ ഡ്രീം കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹെലേനയ്ക്കും ഒരു ഡ്രീം കാണാനായി സാധിക്കുന്നതാണ്. ഒന്നിലധികം ഡ്രീമുകൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിൽ നടക്കുന്ന മേജർ ഈവന്റ് ആയിട്ടുള്ള ഡാൻസ് ഓഫ് ദി ഡ്രാഗൺസ് പറയുന്ന ഈവന്റ് പോലും ഹെലേന നേരത്തെ ഒരു സ്വപ്നം പോലെ അല്ലെങ്കിൽ ഒരു നൈറ്റ് മെയർ പോലെ അല്ലെങ്കിൽ ഒരു വിഷൻ പോലെ കണ്ടിട്ടുള്ളതാണ്. ഏഗോന്റെ പട്ടാഭിഷേക സമയത്ത് റെയിനിസ് ടാർഗറിയൻ മേലീസിന്റെ പുറത്ത് കയറി ഒരു ബേസ്മെന്റ് പൊട്ടിച്ച് വരുന്ന ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് തന്നെ ഒരു ബീസ്റ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഹെലേന ഇങ്ങനെ പിച്ചും പേയും പറയുന്ന പോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡിൽ. സോ അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം സംഭവിക്കുകയും ചെയ്തു. ആൻഡ് ഇപ്പോൾ ഇത് സെക്കൻഡ് സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള റൈറ്റ് അല്ലെങ്കിൽ ബ്ലഡ് ആൻഡ് ചീസ് എന്താണെന്നുള്ള കാര്യം എപ്പിസോഡ് കണ്ടവർക്കാണെങ്കിൽ അറിയാം. സോ ഈ ഒരു ക്യാരക്ടേഴ്സ് ഈ പറയുന്ന പോലെ എന്താണോ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ എന്താണോ താൻ കണ്ട ഡ്രീം അത് ഒരു പക്ഷേ എന്താ പറയാ ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്ത ക്യാരക്ടറാണ് ഈ പറയുന്ന പോലെ ഹെലേന എന്ന് പറയുന്നത്. സോ ആ ഒരു സിമിലാരിറ്റിയുടെ പുറത്താണ് ഈ പറയുന്ന പോലെ ഡ്രാഗൺ ഡ്രീം ഫയർ ഡ്രീം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നാളെ കൊടുത്തിട്ടുള്ളതാണ് ആ ഒരു ഫാൻ തിയറി പറയുന്നത്. എനിവേ അത് വിട്ടേക്കുക. അടുത്തതാണ് റെനേറിയ ടാർഗറിയൻ ലേനോർ വെലോറിയന്റെ ആദ്യത്തെ മകനായിട്ടുള്ള ജെസീരിസ് വെലോറിയന്റെ ഡ്രാഗൺ ആയിട്ടുള്ള
വെയർമാൻ. ഈ ഒരു ഡ്രാഗണെ നമ്മളിപ്പോൾ വളരെ മൈന്യൂട്ട് പോർഷൻസിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ പറയുന്ന പോലെ 10ാമത്തെ എപ്പിസോഡിന്റെ അവസാനം ഈ വിന്റർഫെല്ലിലോട്ടും വെയിലോട്ടും പറന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു ഡ്രാഗൺ. അല്ലാതെ നമ്മൾ അത് ഈ ഡ്രാഗണെ കുറിച്ചൊന്നും കണ്ടിട്ടില്ല. എന്നാൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലൊക്കെ ഈ ഒരു ഡ്രാഗൺ നമുക്ക് ഒരുപാട് കാണാനായി സാധിക്കും. സോ അടുത്തതാണ് റെയ്നിയറിക്കും ലേനാർ വെലിയോറിനും ജനിക്കുന്ന 2ാമത്തെ പയ്യനായിട്ടുള്ള ലുസേരിസ് വെലിയോറിയുടെ ഡ്രാഗൺ ആയിട്ടുള്ള എറാക്സ്. ഈ ഒരു ഡ്രാഗണെ കുറിച്ച് എല്ലാവർക്കും ഓർമ്മ കാണും. ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ 10ാമത്തെ എപ്പിസോഡിൽ ഈ ഒരു ഡ്രാഗണെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവസാന ഭാഗങ്ങൾ ഈ ഒരു ഡ്രാഗണും വേഗാറും കൂടെ ആണ് കൊണ്ടുപോയത് മൊത്തം. ഈ ഒരു ഡ്രാഗൺ എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം ആ ഒരു എപ്പിസോഡ് കണ്ടവർക്കാണെങ്കിൽ അറിയാം. സോ ഈ ഒരു ഡ്രാഗന്റെ പേരാണ് എറാക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ജോഫ്രി വെലിയോറിന്റെ ഡ്രാഗൺ ആയിട്ടുള്ള തിറാക്സസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ജോഫ്രി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ റെയ്നിയർ ടാർഗെറിനും ലേനോർ വെലിയോറിനും ജനിക്കുന്ന 3ാമത്തെ കുട്ടിയാണ് ഈ പറയുന്ന ജോഫ്രി വെലിയോറിൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ പലരും ഈ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചില ഇപ്പോൾ കമന്റ് ബോക്സ് വന്നിട്ട് പറയും, എടാ പൊട്ട, ഈ പറയുന്ന ലേനോർ വെലിയോറിനും റെയ്നോറിക്കും കുട്ടി ഉണ്ടായിട്ടില്ല, ലേനോർ അതിന് ഗേ അല്ലേ എന്നുള്ള കാര്യം അറിയാം. എന്നാൽ ബയോളജിക്കലി അല്ലെങ്കിലും ആ ഒരു സ്ഥാനം കൊണ്ട് ലേനാർ വെലിയോറിയൻ തന്നെ ഒഫീഷ്യലി തന്റെ മക്കളായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. സോ അതിന്റെ പേരിലാണ് ഇവരെല്ലാം മക്കൾ സ്വന്തം മക്കൾ എന്നൊക്കെ പേര് ഞാനങ്ങ് പറഞ്ഞു പോകുന്നത്. ക്ഷമിച്ചേക്കണേ. സോ ഈ ഒരു ഡ്രാഗണെ കുറിച്ച് നമ്മൾ ഇതുവരെ ഈ സീരീസിൽ കണ്ടിട്ടില്ല. ഫ്യൂച്ചർ ഈ ഒരു ഡ്രാഗണെ നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാനായി സാധിക്കുന്നതാണ്. അടുത്തതാണ് ഡേമോൺ ടാർഗെറിനും ലേന വെലിയോറിയനും ജനിച്ചിട്ടുള്ള ആദ്യത്തെ മകളായിട്ടുള്ള ബേല ടാർഗെറിന്റെ ഡ്രാഗൺ ആയിട്ടുള്ള മൂൺ ഡാൻസർ. ഈ പറയുന്ന ബേല ടാർഗെറിൻ എന്ന് പറയുന്നത് ജെസേരീസ് വെലിയോറിയുടെ ഭാര്യ കൂടിയാണ്. സോ ഈ ഒരു ഡ്രാഗൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു നീല കളറായിട്ടുള്ള ഒരു ഡ്രാഗൺ ആണ് ഈ പറയുന്ന മൂൺ ഡാൻസർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡ്രാഗണെ നമുക്ക് ഈ ഒരു സീസണിൽ എന്തായാലും കാണാനായി സാധിക്കുന്നതാണ്. ആൻഡ് ഇതൊന്നും കൂടാതെ ഈ പറയുന്ന പോലെ 10ാമത്തെ എപ്പിസോഡിൽ ഡേമോൺ ടാർഗെറിൻ പറയുന്നുണ്ട് പുള്ളിയുടെ കയ്യിൽ 3 വൈൽഡ് ഡ്രാഗൺസ് കൂടി ഉണ്ടെന്നുള്ള കാര്യം. ആ ഒരു ഡ്രാഗൺസ് ഏതാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. 1 കാനിബൽ, 2 ഗ്രേഗോസ്, 3 ഷീപ്പ് സ്റ്റീലർ. ഈ പറയുന്ന പോലെ ഈ 3 ഡ്രാഗൺസിനെ നമുക്ക് ഒരു പക്ഷേ സീരീസിൽ കാണാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഒരു ശരിയാണ്, കാണാൻ ഭയങ്കരമായിട്ട് ചാൻസ് കുറവാണ്. പ്രത്യേകിച്ച് കാനിബലിനെ കാണാൻ ഭയങ്കര കുറവാണ്. കാരണം കാനിബൽ ഈ പറയുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര വിഷയം പിടിച്ചൊരു ഡ്രാഗണാണ്. ഈ വൈൽഡ് ഡ്രാഗൺസ് എന്ന് പറയുന്നത് തന്നെ ബാക്കി ഡ്രാഗൺസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഡ്രാഗൺസ് ആണ്. ഇവർ പറയുന്ന പോലെ വേട്ടയാടി മനുഷ്യരുമായിട്ട് വലിയ രീതിയിൽ ഒരു കോണ്ടാക്ട് ഇല്ലാത്തൊരു ഡ്രാഗൺസ് ആണ് വൈൽഡ് ഡ്രാഗൺസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന പോലെ കാനിബൽ ബാക്കിയുള്ള വൈൽഡ് ഡ്രാഗൺസിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഡ്രാഗൺ തന്നെയാണ്. ഈ ഒരു ഡ്രാഗൺ എന്ന് പറയുന്നത് വേട്ടയാടിയാണ് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ ഡ്രാഗൺ മറ്റുള്ള ഡ്രാഗൺസിനെ വേട്ടയാടിയാണ് ഈ ജീവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഏതൊരു ഡ്രാഗണെ കണ്ടാലും ഈ ഒരു ഡ്രാഗൺ പോയി ആ ഒരു ഡ്രാഗണോട് ഫൈറ്റ് ചെയ്ത് അതിനെ കൊന്ന് അതിനെയാണ് പിന്നീട് തിന്നുന്നത്. ചത്ത ഡ്രാഗനെയും ചാവാത്ത ഡ്രാഗനെയും കൊന്നിട്ടും കൊല്ലാതെയും അങ്ങനെ എല്ലാ രീതിയിലും ഈ ഒരു ഡ്രാഗൺസിനെല്ലാം തിന്നുന്നുണ്ട്. ഡ്രാഗൺസിനെ മാത്രമല്ല, ഡ്രാഗൺ എഗ്സ് പോലും ഈ ഒരു ഡ്രാഗൺ മോഷ്ടിച്ച് തിന്നുന്നതായിട്ട് പലയിടങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. ഡ്രാഗൺ സ്റ്റോണിൽ വെസ്റ്റിലെങ്ങാണ്ടുള്ള ഒരു എന്താ പറയുക പർവ്വതത്തിന് പുറകിലെങ്ങാണ്ടാണ് ഈ ഒരു ഡ്രാഗൺ താമസിക്കുന്നത്. ചില സമയത്ത് ഡ്രാഗൺ സ്റ്റോണിലുള്ള ഡ്രാഗൺ പിറ്റിന്റെ ഉള്ളിലായിട്ട് പതുങ്ങി കയറി വന്ന് അവിടെയുള്ള ഡ്രാഗൺ തിന്നിട്ട് അത് പറന്ന് പോകുന്നൊക്കെ ഉണ്ട്. സോ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഡ്രാഗണാണ്. ഞാൻ ഇപ്പം തമാശ രീതിയിൽ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ പറയുന്നില്ലാതെ ഉള്ളൂ. ഭയങ്കര സീനായിട്ടുള്ള ഡ്രാഗണാണ്. പുള്ളിയെ വീൽഡ് ചെയ്യാൻ പോലും ഒരുത്തന് പോലും അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, കാണിച്ച് നാശമാക്കി കളയും. സോ അത്രയ്ക്ക് വിഷയം പിടിച്ച ഡ്രാഗണാണ് കാനിബൽ എന്ന് പറയുന്നത്. ഈവൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡ്രാഗൺസിന്റെ ഒരു നൈറ്റ് മെയർ തന്നെയാണ് ഈ പറയുന്ന കാനിബൽ എന്ന് തന്നെ പറയാം. ഈ വിഷയം പിടിച്ച ഒരു ഡ്രാഗണാണ്. ഈവൻ ബെലോറിനെ കാട്ടിലും പ്രായം കൂടിയ ഒരു ഡ്രാഗണാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് വെച്ച് ഏറ്റവും വലിയ ഡ്രാഗൺ കാനിബലാണ്. അതിനുശേഷം വേഗാർ, അതിനുശേഷം വെർമിത്തോർ. ഈവൻ ഈ പറയുന്ന പോലെ കാനിബൽ ഒരു വൈൽഡ് ഡ്രാഗൺ ആയതുകൊണ്ട് തന്നെയാണ് അതിനെ കൂട്ടാതെ വേഗാറാണ് ഈ പറയുന്ന ജീവനോടിക്കുന്ന ഏറ്റവും വലിയ ഡ്രാഗൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത്. ഈവൻ ബെലോറിയൻ മരിക്കുന്ന സമയത്ത് 10-200 വയസ്സെങ്ങാണ്ട് ഉണ്ടായിരുന്നു ബെലോറിയൻ. എന്നാൽ ബെലോറിയൻ മരിക്കുന്ന സമയത്ത് തന്നെ കാനിബലിന് 200-ലധികം വയസ്സുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. 240 എത്രയോ വയസ്സെങ്ങാണ്ട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജീവനുള്ളത് വെച്ച് ഏറ്റവും വലിയ ഡ്രാഗൺ ആണ് ഈ പറയുന്ന കാനിബൽ എന്ന് പറയുന്നത്. എന്നാൽ പോലും പ്രായമുണ്ടെന്ന് കരുതി നിസാരക്കാരനൊന്നും വിചാരിച്ചേക്കരുത്. ഈ പ്രായത്തിലും വേട്ടയാടി തന്നെയാണ് ജീവിക്കുന്നത്. ഡ്രാഗൺസിനെ വേട്ടയാടണം എന്നുണ്ടെങ്കിൽ ആള് ജില്ലക്കാരനായിരിക്കത്തില്ലല്ലോ. സോ ഗൈസ്, ഇത്രയും ഡ്രാഗൺസ് ആണ് ഈ പറയുന്ന ഹൗസ് ഡ്രാഗൺസ് എന്ന് പറയുന്ന സീരീസിലാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിൽ കൂടുതൽ ഏതെങ്കിലും ഡ്രാഗൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിലൂടെ അറിയിക്കുക. ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഡ്രാഗൺസിനൊക്കെ ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഡ്രാഗൺസ് അവരുടെ റൈഡേഴ്സ് ആരെന്നുള്ള കാര്യം കൂടെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും താഴെ കമന്റിലൂടെ തിരുത്തി അറിയിച്ചേക്കുക. ഞാൻ ആ ഒരു കമന്റ് ഒക്കെ പിൻ ചെയ്തിരുന്നതായിരിക്കും. കാരണം ഇതുപോലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു എപ്പിസോഡിൽ ഞാൻ മിൽക്കോ കോഫി എന്നാണ് പറഞ്ഞത്, എന്നാൽ മിൽക്കോ ടൂപ്പി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബ്രോ ഒരു കമന്റ് ഞങ്ങൾ പിൻ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞത് തെറ്റായതുകൊണ്ടാണ്. സോ പറയുന്ന കൂട്ടത്തിൽ ചിലപ്പം വായിന്ന് വീണ് പോകുന്നതായിരിക്കും, ചിലപ്പം കേട്ടതിന്റെ കുഴപ്പമായിരിക്കും, തരുന്നതിന്റെ കുഴപ്പമായിരിക്കും. അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം താഴെ കമന്റിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഹൗസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറയുന്ന സീരീസിന്റെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്ത വീഡിയോയുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം, ഇൻകാർഡിലൊക്കെ കൊടുത്തേക്കാം. കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ആൻഡ് പറയുന്ന പോലെ സെക്കൻഡ് സീസണിന്റെ ഒരു എക്സ്പ്ലനേഷൻ പയ്യെ വരും, ടൈം ഒക്കെ എടുക്കും. ഫാമിലി ഒക്കെ ഇടയിലായിട്ട് ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിചാരം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. സോ ഇതിൽ നല്ലൊരു എപ്പിസോഡ് കാണുന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് ബി യുവർ ബ്രദർ ആദി സൈൻ ഓഫ് AK Spoke മലയാളം.